ഹായ് മക്കളെ, +2 കഴിഞ്ഞ മുഴുവൻ കുട്ടികളോടുള്ള എൻ്റെ ഫൈനൽ അഡ്വൈസ് അല്ല, എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് കേട്ടോ. അതായത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം കൂടെ നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ എന്താണ്, മെല്ലെ മെല്ലെ നിങ്ങളുടേതായ തിരക്കുകളിലേക്ക് മാറും, ഈ ചാനലൊക്കെ നിങ്ങൾ മറക്കും. അതിൽ ഇനി നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ, കാരണം ദാറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം ആണല്ലേ. പക്ഷേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് എനിക്ക് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജേർണിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും, ഗൈഡ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആദ്യത്തെ വീഡിയോ ആണിത്. ബാക്കി വീഡിയോ ഒക്കെ എവിടെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അവസാനം വരെ കാണാം എന്ന് മാത്രമല്ല, ഇഷ്ടമായിട്ട് എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട, വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. എന്താ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ട് മടുത്ത എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ്. പക്ഷെ അതിൽ കുറേ ക്രിറ്റിക്കൽ ആയിട്ടുള്ള എലമെൻറ്റും കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഒരു 10ാം ക്ലാസ് വരെ ഞാൻ എന്തായിരുന്നു, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇങ്ങനെ ഉണ്ടല്ലോ, ക്ലാസ്സിലെ ലാസ്റ്റ് 5ൽ പെടുന്ന ഒരാളായിരുന്നു, ടീച്ചർമാർക്കൊന്നും ഇഷ്ടമില്ലാത്ത ആൾ. 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോഴോ വിചാരിച്ചതുപോലെ തന്നെ ജസ്റ്റ് പാസ്, ആകെ മോശം റിസൾട്ടൊക്കെ ആയിരുന്നു. പക്ഷേ +1 +2 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ച 5 ആൾക്കാരുടെ പേര് നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ഞാനായിരിക്കും. കാരണം അത്രയും എഫേർട്ട് ഞാൻ +1 +2 എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ +2ൻ്റെ കൂടെ തന്നെ ഞാൻ JEE എഴുതിയിട്ട് ഫസ്റ്റ് ചാൻസിൽ NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് അഡ്മിഷൻ കിട്ടി. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ, ആ സാധനം +2ൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടാൻ പറ്റും. NITയിൽ ഞാൻ നല്ല ഉഴപ്പായത്, ഫുൾ ഭോഗ ജീവിതം. അതായത് എന്താണ്, ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്ലാസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടു തീർത്ത സിനിമകൾക്കും കളിച്ച കളികൾക്കും ഉണ്ടാക്കിയ കച്ചവടക്കൊന്നും ഒരു കണക്കുമില്ല. അങ്ങനെ 4 വർഷം അവിടെ കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞപ്പോൾ NITയിൽ എത്തിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് എന്താണ്, അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് NITയിൽ അല്ലാതെ വേറെ ആ വർഷം പാസ്സായ കുട്ടികളൊക്കെ കമ്പയർ ചെയ്യുമ്പം ദാറ്റ് വാസ് എ വെരി ഗുഡ് പ്ലേസ്മെൻറ്റ്. പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, NITയിലെ ബാക്കി എൻ്റെ PS, എൻ്റെ ബ്രാഞ്ചിൽ CS പഠിച്ച കുട്ടികൾക്ക് എന്നേക്കാൾ 3, 4, 5 ഇരട്ടിയൊക്കെ സാലറി കിട്ടിയ നല്ല കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എന്താണ്, ഞാൻ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. ഒരു വർഷം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് എന്താണ്, ദുബായിൽ പോകണമെന്ന് തോന്നി. ദുബായിൽ പോയി, അവിടെയും കുഴപ്പമില്ലാത്തൊരു ജോലിയെ കിട്ടി. ആ ജോലിയിൽ ഞാൻ എക്സ്ട്രാ ഓർഡിനറി ഒന്നും ആയിരുന്നില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഒരു 1 എഫേർട്ടൊന്നും ഇട്ടിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. 5 വർഷം ഞാൻ എന്ത് ചെയ്തു, UAEയിൽ വർക്ക് ചെയ്തു. അവിടെയും കുഴപ്പമില്ലാത്ത ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് എനിക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും കിട്ടാവുന്നതിൻ്റെ അത്ര കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ പുറത്തുള്ള ആളെ നോക്കുമ്പോൾ അജാസ് ഭയങ്കര സെറ്റപ്പിലാണ്, നല്ല ജോലി, നല്ല കമ്പനി, ഫ്ലാറ്റ്, കാറ്, എല്ലാ സെറ്റപ്പുണ്ട്, ഫാമിലി ദുബൈയിലാണെന്നൊക്കെ ആണെങ്കിലും ഞാൻ ഭയങ്കര എഫേർട്ടൊന്നും എടുക്കാത്തതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ സാലറി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. 2018 എനിക്ക് 28 വയസ്സായപ്പോഴാണ് ഇങ്ങനെ ഒന്നും നടന്നാൽ പോരാ, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വയസ്സായാലും നമ്മൾ റിഗ്രറ്റ് അടിക്കും എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അതൊരു മെഡിക്കൽ ടൂൾസ് ആയിരുന്നു, അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. കോവിഡ് വന്നത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എജ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എജ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തത് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ രാവും പകലും എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എജ്യൂപോർട്ട് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലേ. ഇപ്പോൾ കേരളത്തിലൊരു ടോപ്പ് 3 എന്താ പറയുക, എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ അല്ലെങ്കിൽ ടോപ്പ് 3 ലേണിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ട് അതിൽ ഒന്ന് എജ്യൂപോർട്ട് ഉണ്ടാവും അല്ലേ. ടോപ്പ് 1 ആണോ 2 ആണോ എന്നൊക്കെ ഉള്ളത് കാലം തെളിയിക്കട്ടെ. യെസ്, അപ്പം ഈ ഒരു കഥയിൽ നിന്നും ഞാൻ അതിൻ്റെ ഒന്ന് ഗ്രാഫാക്കി മാറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കും, ഇത് നിങ്ങൾ നോക്കി നോക്കി. അതായത് ഇതാണ് ആവറേജ് ഒരാളുടെ ഇത് സമയത്തിനനുസരിച്ച്. ഞാൻ ഈ പറയുന്ന സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷേ ഞാൻ സാലറി, പിന്നെ അതേപോലെ തന്നെ എന്താണ് സ്റ്റാറ്റസ്, പൊസിഷൻ എന്നുള്ള എല്ലാ കാര്യം കമ്പൈൻ ചെയ്തിട്ട് വെച്ചാണ്. ഇതാണ് ഒരു ആവറേജ് ആളുടെ ലൈഫ് എങ്കിൽ 10ാം ക്ലാസ് വരെ ഞാൻ വളരെ ബിലോ ആവറേജ് ആയിരുന്നു. ഇതായിരുന്നു എൻ്റെ 10ാം ക്ലാസ് ലൈഫ്. പക്ഷേ +1 +2 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, രാവും പകലും കഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ +2 കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു 1 ജമ്പ് വന്നിട്ടുണ്ട്. ഞാൻ NITയിലെത്തി. NITയിൽ എൻ്റെ എന്താണ് സുവർണ കാലഘട്ടം, ഭോഗ ജീവിതമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്, എൻ്റെ 5-6 വർഷത്തെ ജോലി ഉള്ള സമയമാണ്. ചെറിയ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് വലിയ സംഭവം എന്നല്ല. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, എജ്യൂപോർട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്നുള്ള പോയിന്റ് വന്നത്. അവിടെ എന്താണ് നല്ല ഗ്രോത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണെന്ത് എൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലൈഫിലൊരു സക്സസിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത്. ഇതിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്താ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയൊക്കെ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, അവിടെയൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. നിങ്ങൾ നോക്കി, ഞാൻ 2 പോയിന്റിലാണ് മാക്സിമം എഫേർട്ട് ഇട്ടത്. അവിടെയൊക്കെ എന്താണ് എനിക്ക് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ കേസ് മാത്രമല്ല കേട്ടോ,
ലൈഫിൽ ആരൊക്കെ വലിയ നിലയിലെത്തിയിട്ടുണ്ടോ അവരൊക്കെ എന്തായിരിക്കും, അവരൊക്കെ ഇതേപോലെ ഓരോ പോയിന്റിൽ വൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് എന്താണ് ആ ഒരു സമയം, എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ എഫേർട്ട് ഇടാൻ തോന്നിയതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്തായിരിക്കും +2 കഴിഞ്ഞതിന് ശേഷമായിരിക്കാം. സോ ഫസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സക്സസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹാർഡ് വർക്കാണ്. നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് എടുക്കുന്നോ അത്രമാത്രം എന്താ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, 100%, അതായത് പല കുട്ടികളും കഴിഞ്ഞ നിങ്ങൾ എക്സാമൊക്കെ ടഫാക്കിയ ശേഷം എന്താണ് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവരിങ്ങനെ കമൻറ്റിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു, സാറേ ഞാൻ രാത്രി ഉറങ്ങാതെ പഠിച്ചു, പക്ഷേ ഫിസിക്സ് ഒക്കെ ചതിച്ചു സാറേ, കെമിസ്ട്രി ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ 100% നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ എന്നാണ്. അതായത് 100% നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 100% റിസൾട്ട് അല്ല, അതിനേക്കാൾ 10 ഇരട്ടി 1000% റിസൾട്ട് കിട്ടും. ഇത് എപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു 80% എഫേർട്ടാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് 80% റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ അതങ്ങ് 100ലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, എക്സ്പോണൻഷ്യൽ ആയിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് അല്ലെ റിസൾട്ട്. ഇനി നിങ്ങളുടെ ആ പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും നിങ്ങൾ 100% റിസൾട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നോ? പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് 100% എഫേർട്ട് അല്ലല്ലോ അല്ലേ. അതുകൊണ്ട് എന്താണ് ഇനി അങ്ങോട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് 100% നിങ്ങളുടെ മാക്സിമം കപ്പാസിറ്റിയിൽ ഇടാൻ നിങ്ങൾ നോക്കുക. ആൻഡ് 100ഉം 80ഉം തമ്മിൽ ചെറിയ മാറ്റമൊന്നുമല്ല റിസൾട്ടിൻ്റെ കേസിൽ വരുമ്പോൾ. എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റിലും ഞാൻ 100% എഫേർട്ട് ഉണ്ട്. ഇവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, 100% ഞാൻ ഇട്ട എഫേർട്ടിനുള്ള ഗ്രോത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം 100% ഇടുമ്പോൾ ഗ്രാഫ് കയറും. ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ആൻഡ് മൂന്നാമതായിട്ട് എന്നുള്ളത്, സ്റ്റാർട്ട് ഏർലി. എത്ര നേരത്തെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ ആവറേജിൻ്റെ മുകളിൽ കയറുന്ന പിന്നെ അങ്ങോളം നിങ്ങളുടെ ലൈഫ് സെറ്റായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നോക്ക്, NIT നിന്ന് എനിക്ക് കിട്ടിയ പ്ലേസ്മെൻറ്റ് വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്താണ്, പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്താ വലിയ സാലറിക്ക് അജാസിന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അതേപോലെ തന്നെ ദുബായിലുള്ള എൻ്റെ കരിയർ ഗ്രോത്ത് ഭയങ്കര പ്രോമിസിങ് സംഭവം ഒന്നും ആയിരുന്നില്ല. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോ, അജാസ് ഭയങ്കര സെറ്റപ്പിലാണ് ദുബായിൽ താമസിച്ചത് അല്ലെങ്കിൽ ജീവിച്ചത്. അതിൻ്റെയൊക്കെ റീസൺ എന്താ, ഈ ഒരൊറ്റ ജമ്പ് കാരണമാണ് നമ്മൾ ഇത് ആവറേജിൻ്റെ മുകളിൽ കയറിയത്. ഇനിയിപ്പം ഞാൻ വെറുതെ നിങ്ങളോട് പറയുകയാണ്, ഇൻ കേസ് എനിക്ക് ഈ ജമ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാനെന്താണ് 10ാം ക്ലാസ് കഴിയുന്നു, പിന്നെന്താ ഏതെങ്കിലും ഒരു +2 ഇങ്ങനെ മാർക്ക് കിട്ടുന്നു, പിന്നെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ജോലി ഇങ്ങനെ ആയിരിക്കും, പിന്നെ ദുബായിൽ ഇങ്ങനെ എപ്പോഴും എന്താ ആ ബിലോ സ്ഥാനത്തിൽ. ഇവിടുന്ന് നമ്മളൊരു എഫേർട്ട് ഇട്ടാൽ പോലും ചിലപ്പോൾ എന്തായിരിക്കും ജസ്റ്റ് എബോയിലേക്ക് എത്തുള്ളൂ. അതാണ് എത്ര നേരത്തെ നിങ്ങൾ തുടങ്ങുന്നോ അത്രയും നല്ലത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ KFCൻ്റെ ആൾ 65ാം വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് എവിടെ തുടങ്ങിയാലും നിങ്ങൾക്ക് കയറാൻ പറ്റും. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ താഴോട്ടേക്ക് പോകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം, മനസ്സിലല്ല. അതായത് അൺപ്രഡിക്റ്റബിൾ തിങ് സംഭവിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ മേലെ കയറി നിങ്ങൾ അതേപോലെ കണ്ടിന്യൂ ചെയ്യും. ഈ സംഭവം സംഭവിച്ചില്ലെങ്കിൽ എന്തായിരിക്കും, ഞാൻ നല്ല സെറ്റപ്പ് തന്നെ ജീവിക്കുക ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് സക്സസ് നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റിലൊരു മാറ്റമാണ്, നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആൻഡ് ആ കോൺഫിഡൻസ് പിന്നീടുള്ള ഓരോ പോയിന്റിലും എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ എനിക്ക് എഫേർട്ട് ഇട്ടാൻ തോന്നിയത് ഇവിടെ ഞാൻ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ്. നിങ്ങളെ ക്ലാസ്സിലൊക്കെ ചില ആൾക്കാരുണ്ടാവില്ലേ, അത് 10ാം ക്ലാസ്സിലൊക്കെ ഭയങ്കര പുലിയായിരുന്നു, ആ +1ലും സ്വാഭാവികമായിട്ടും പുലിയായിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് എന്താണ്, ഇതിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ എത്രയും നേരത്തെ +2 വരെ എവിടെ എത്തിയിട്ടില്ലെങ്കിലും +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അടുത്ത ജമ്പിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് ആലോചിക്കണം. ഓക്കെ, ഇനി അടുത്തത് മൈൻഡ് സെറ്റും അതേപോലെ തന്നെ ടേക്ക് റിസ്ക് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ നോക്കണേ, 10ാം ക്ലാസ്സിൽ ജസ്റ്റ് പാസ്സായ ഒരു പയ്യനാണ് +1 +2ൽ സയൻസ് എടുക്കണമെന്ന് തീരുമാനിച്ചതും അതിനുശേഷം എൻട്രൻസിന് വേണ്ടി JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ആ ഒരു പ്രിപ്പറേഷൻ പാത്തിൽ പലപ്പോഴും എന്നെ കൊണ്ട് ഇത് പറ്റൂലെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഞാനെടുത്ത ആ ഒരു റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്കിൻ്റെ റിവാർഡാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങളൊന്നും ആലോചിച്ചോക്ക്, നിങ്ങൾ എത്രയൊക്കെ ആൾക്കാരാണ് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത് അല്ലേ. +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ റിസ്ക് എടുക്കാൻ വയ്യ. എൻ്റെ ഒരു വർഷം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ സാധനം എപ്പോഴും നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അടുത്ത നിങ്ങളൊക്കെ ഇവിടെ നോക്ക്, അതായത് നല്ല സെറ്റപ്പിലായിരുന്നു, നല്ല ജോലി, നല്ല പൊസിഷൻ, നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫാമിലി എല്ലാവരും അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, ഒറ്റ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ റിസ്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളത്. ആ റിസ്ക് എടുക്കുമ്പോഴാണ് ഇതുപോലത്തെ ഗ്രോത്തുകൾ വരിക.
ഹാർഡ് വർക്ക് ചെയ്യണം, 100% എഫേർട്ട് എടുക്കണം ആൻഡ് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കണം. ആൻഡ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ലൈഫ് എന്തല്ല ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ ഈ പൊസിഷനിൽ തന്നെ എത്തുമായിരുന്നു. വീണ്ടും ഇതേപോലെ ട്രൈ ചെയ്ത്, അതായത് ലൈഫിലൊരു സക്സസ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇവൻ്റ് അല്ല, ദ ഓവറോൾ ജേണിയാണ്. ശരിക്കും പറഞ്ഞാൽ 2006 SSLC കഴിഞ്ഞതിന് ശേഷം മുതലുള്ള ഓരോ സ്റ്റെപ്പും എന്താണ് ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നതിൽ ഘടകമായിട്ടുള്ള കാര്യമാണ്. അത് ഇലോൺ മസ്കോ, സ്റ്റീവ് ജോബ്സ് ആണെങ്കിൽ എന്തായിരിക്കും, അവരിതിൽ ഓരോ സ്റ്റേജിലും എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കേസിൽ ഓൾമോസ്റ്റ് 10 വർഷം ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവിടെ എത്തിയിട്ടുണ്ടാവാം, ചിലപ്പോൾ അതിന് മേലെ എത്തിയേനെ. അപ്പോൾ എന്താ, ഒരു ലോങ് ജേണിയാണ്. എത്ര നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യാണ് ഈ ജമ്പ് ചെയ്യുന്നു, അത്രത്തോളം ലൈഫ് സ്മൂത്തായിട്ട് പോകും. പറഞ്ഞത് ഇതേല്ലോ, സക്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹാർഡ് വർക്കാണ്. അതേപോലെ തന്നെ 100% എഫേർട്ട് ഇടുക എന്നാണ്. ഇറ്റ്സ് ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കും. ആൻഡ് അതേപോലെ തന്നെ നേരത്തെ തുടങ്ങാം ആൻഡ് റിസ്ക് എടുക്കുക. ഈ 4 കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്നാണ്. നമുക്ക് അടുത്ത വീഡിയോ അത് പറഞ്ഞപ്പോഴാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ചാനലിൽ മാക്സിമം ഇടാൻ നോക്കാം. കാരണം ഇത് +2 കുട്ടികളുടെ ചാനലാക്കി മാറ്റണം. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അതിലൊരു വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സെറ്റപ്പായി നിൽക്കുക. ഉറപ്പായിട്ടും ഇനി അങ്ങോട്ടും കൂടെ ഉണ്ടാവും. നിങ്ങൾക്കൊരു 40-45 നിങ്ങൾ അവർ രക്ഷപ്പെടുന്നവരെ കൂടെ ഉണ്ടാവണമെന്നാണ്. സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ബൈ.